ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനോദ്സ് ഇംഗ്ലീഷ്. നമ്മൾ ഇന്ന് ഈ ചാനലിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ബേസിക്കലി SSCയുടെ പ്രീവിയസ് ഇയർ CGL Tier 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പതുക്കെ ഞാൻ ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും, CGL CHSL എല്ലാ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിന് ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ ബേസിക്കലി നമ്മൾ ഇംഗ്ലീഷ് സെക്ഷനായിരിക്കും ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL Tier 1 2024 സെപ്റ്റംബർ 9 നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലുള്ള നമ്മളിത് രണ്ട് പാർട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ ഒരു പാർട്ടായി കഴിഞ്ഞാൽ വലിയ വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ എക്സാംസിൻ്റെ ഡിസ്കഷൻ കൊണ്ടുവരും. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ ഗിവൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എ ഫോൾസ് ഐഡിയ ഓർ ബിലീഫ്. ഒരു ഫോൾസ് ഐഡിയ അല്ലെങ്കിൽ ബിലീഫിന് വേണ്ടിയുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ഫാലസിയാണ്. ഓക്കെ, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൻസേഴ്സ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സി, റെറ്റിസെൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് ബീങ് റിസർവ്ഡ് ഓർ റിസ്ട്രെയിൻഡ്, എസ്പെഷ്യലി ഇൻ സ്പീക്കിംഗ് ഫ്രണ്ട്ലി. അപ്പോൾ ഫ്രണ്ട്ലി സ്പീക്കിംഗ് ചെയ്യാൻ പറ്റാതെ കുറച്ച് റിസ്ട്രെയിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് റെറ്റിസെൻസ്. പക്ഷെ നമ്മുടെ എന്താണ് ചോദിച്ചിരുന്നത്? ഫോൾസ് ഐഡിയ. അപ്പോൾ റെറ്റിസെൻസ് എന്തായാലും പറ്റില്ല. അടുത്ത അട്രോഫി. അട്രോഫി എന്ന് എന്താണ്? എന്തെങ്കിലും കാര്യത്തിൻ്റെ ഗ്രാജുവൽ ഡിക്ലൈൻ അല്ലെങ്കിൽ വേസ്റ്റിംഗ് അവേ ഓഫ് ബോഡി പാർട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സ്ട്രെങ്തോ എഫക്റ്റീവ്നെസ്സോ കുറഞ്ഞു പോകുന്നതിനാണ് എന്ത് പറയുന്നത്? അട്രോഫി എന്ന് പറയുന്നത്. അതും നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡ് അല്ല, മീനിങ് അല്ല. ഫാലസി നോക്ക്. ഫാലസി റെഫേഴ്സ് ടു എ മിസ്റ്റേക്കൺ ബിലീഫ് ഓർ എൻ എറർ ഇൻ റീസണിങ് യൂഷ്വലി ബേസ്ഡ് ഓൺ ഫോൾട്ടി ലോജിക്. നമ്മുടെ ചോദിച്ചെന്താണ്? ഫോൾസ് ഐഡിയ ഓർ ബിലീഫ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റേക്കൺ ബിലീഫ് ഓർ എറർ ഇൻ റീസണിങ്. ഓക്കെ, എൻട്രോപ്പി നോക്കുക. ടേം യൂസ് ഫ്രം ഫിസിക്സ് റെഫറിംഗ് ടു ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ ടു ഡിസോർഡർ ഓർ സിസ്റ്റം. മോർ ബ്രോഡ്ലി ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് കെയോസ്. ഒരു കെയോസ് എന്നുള്ളൊരു അവസ്ഥ, ഞാൻ വളരെയധികം പ്രശ്നങ്ങളായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ആ വേർഡ് ഫിസിക്സിനാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ എക്സാക്റ്റ് നമുക്ക് ആവശ്യമുള്ള മീനിങ് എവിടെ നിന്ന് കിട്ടുന്ന? ഫാലസി. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഫാലസിയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ the most appropriate antonym of the given word. ഓക്കെ, നമ്മുടെ വേർഡ് ഏതാണ്? സെക്യൂർ. സെക്യൂറിൻ്റെ ആൻറ്റണിം എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെക്യൂർ എന്ന് എന്താണ്? സുരക്ഷ, നമ്മൾ ഭയങ്കരമായിട്ട് സേഫായിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻറ്റണിം എന്ന് പറയുന്നത് എന്താണ്? അവരെ ഉപദ്രവിക്കുന്നതോ അറ്റാക്ക് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. സക്സീഡ് ചെയ്യുന്നത് ഒരിക്കലും എന്താവില്ല? ആൻറ്റോണിം ആവില്ല സെക്യൂറിൻ്റെ. ഓക്കെ, അത് ഫോൾസ് ആണ്. സേവ് ചെയ്യുക എന്നുള്ളത് സെക്യൂറിൻ്റെ സിനോണിമാണ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റാണ് വേണ്ടത്. അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അതാണ് നമുക്ക് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ട്രണ്ടൽ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബാക്കിയെല്ലാം വാക്ക് നിങ്ങൾക്ക് അറിയാം. ട്രണ്ടൽ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? മൂവ് ഓർ റോൾ സംതിങ് സ്ലോലി ആൻഡ് ഹെവിലി ഓഫൻ വിത്ത് എ കണ്ടിന്യൂസ് റോളിംഗ് മോഷൻ. എന്തെങ്കിലും കാര്യത്തിന് സ്ലോലി ഇങ്ങനെ തള്ളി ഉന്തിക്കളയണില്ലേ, അതിനാണ് ട്രണ്ടൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്യൂർ എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ്, അത് അറ്റാക്കാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നോക്ക്. ഗൗരവ് വാസ് നോ ഗുഡ് ദാൻ എ ഫുളിഷ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. ഓക്കെ, നൗ സീ, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗൗരവ് വാസ് നോ ഗുഡ് ദാൻ എ ഫുളിഷ് പേഴ്സൺ. നമുക്ക് ഈ പാർട്ടിനെ റിപ്ലേസ് ചെയ്തിട്ട് ഏതാണ് വരേണ്ടതാണ് നമുക്ക് നോക്കേണ്ടത്. നൗ അഡ്ജക്റ്റീവ്സിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗുഡ് എന്നുള്ള വാക്കും ഫുളിഷ് എന്നുള്ള വാക്കും രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്. എന്നിട്ട് രണ്ട് പേർക്കിടയിൽ ഒരു കമ്പാരിസൺ ആണ്. ഇതൊരു റൂളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, രണ്ട് ആൾക്കാർക്കിടയിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്, ഗൗരവനും ഒരു ഫുളിഷ് പേഴ്സണിനും. സോ നമുക്ക് അഡ്ജക്റ്റീവിൽ 3 ടൈപ്പിൻ്റെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് പറയുന്നത് പോസിറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, സോ അതിലാണ് വരുന്നത് ഈ ഗുഡ് എന്നുള്ളത്. എക്സാമ്പിൾ പറയാണ്. പിന്നെ ഉള്ളത് കമ്പാരറ്റീവ്. ഇതിൻ്റെ കമ്പാരറ്റീവ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്. എന്നിട്ട് പിന്നെ ഉള്ളത് സൂപ്പർലേറ്റീവ്. ഓക്കെ, ഇത് ബെസ്റ്റ്. പോസിറ്റീവ് ഡിഗ്രി വെറും ക്വാളിറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ക്വാളിറ്റി പറയാൻ വേണ്ടി പോസിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യും. രണ്ട് പേർക്കിടയിലുള്ള കമ്പാരിസണിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ബെറ്റർ. എന്നിട്ട് രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയുള്ള കമ്പാരിസനാണ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ്. നമ്മളിവിടെ ഇപ്പോൾ എത്ര പേർക്കിടയിൽ കമ്പാരിസനാണ് യൂസ് ചെയ്തേക്കുന്നത്? 2 പേർക്കിടയിൽ. ആരൊക്കെ 2 പേര്? ഒന്ന് ഗൗരവ്, എന്നിട്ട് ഫുളിഷ് പേഴ്സൺ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അഡ്ജക്റ്റീവിടെ ഇവിടെ ഗുഡ് എന്ന് കിടക്കണില്ലേ, ഈ അഡ്ജക്റ്റീവിടെ നമുക്ക് ഏത് ഡിഗ്രിയാണ് വേണ്ടത്?
ഇപ്പോൾ കിടക്കുന്ന ഗുഡ് എന്നുള്ള പോസിറ്റീവ് ഡിഗ്രിയാണ്. വെറും ഗൗരവയുടെ ക്വാളിറ്റി മാത്രം പറയണമല്ല. ഗൗരവ് എന്താണ്, ആ ഫുളിഷ് പേഴ്സണേക്കാളും ബെറ്റർ അല്ല എന്നാണ് പറയുന്നത്. ഞാൻ അവൻ ഫുളിഷ് ആണെങ്കിൽ ഇവ അതിനേക്കാളും ഗതികെട്ടവനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, ഒരു സാർക്കാസ്റ്റിക് രീതിയിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗൗരവ് അവനേക്കാളും ഗതികെട്ടതാണ്, അവനേക്കാളും ബെറ്റർ ഒന്നും അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ കമ്പാരിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യണം? ഗുഡ് മാറ്റിയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതാണ് ബെറ്റർ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഗൗരവ് വാസ് നോ ബെറ്റർ ദാൻ എ ഫുളിഷ് പേഴ്സൺ. ഒരു ഫുളിഷ് പേഴ്സണിൻ്റെ അത്ര പോലും അതിനേക്കാളും ഗതിയായിട്ട് അവസ്ഥയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ കമ്പാരിറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ബെറ്റർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പോസിറ്റീവ് ഡിഗ്രി വെറും ഒരാളുടെ ക്വാളിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പോസിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ രണ്ട് പേർക്കിടയിലുള്ള കമ്പാരിസൺ ആണ്. ദാൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കമ്പാരിസൺ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റൻ ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ലെറ്റ്സ് സീ ദ ഫോർത്ത് ക്വസ്റ്റൻ. നൗ ഇവിടെ നമ്മുടെ ചോദിച്ചത് select the option that corrects the error in the given sentence. He ran quick to catch the bus. Now let's understand. ഇതിനൊന്ന് നമുക്ക് ഇത് ചെയ്ത് നോക്കാം, ഓരോരോ വേർഡ് വെച്ച് നോക്കാം. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, റാൻ എന്ന് പറയുന്നത് വേർബ് ആണ്. ഓക്കെ, പിന്നെ ടു പ്രപ്പോസിഷൻ ആണ്. യെസ്, ദ ബസ് ഇവിടെ ഒബ്ജക്റ്റ് ആണ്. നൗ മൈ ക്വസ്റ്റൻ ഈസ്, നമ്മളിവിടെ ഈ ക്വിക്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്തേക്കുന്നത്. ക്വിക്ക് ഉള്ള വാക്ക് ആക്ച്വലി എന്താണ്? അഡ്ജക്റ്റീവ് ആണ്, റൈറ്റ്? നൗ ഇവിടെ എനിക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്? അവൻ ഓടി. എങ്ങനെ ഓടി? പെട്ടെന്ന് ഓടി. യെസ്, പെട്ടെന്ന് ഓടി. അതാണ് എനിക്കിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അവൻ ഫാസ്റ്റ് ഓടി ബസ് പിടിക്കാൻ വേണ്ടി. സോ നമ്മൾ ഈ വേർബിനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യണത്. വേർബിനാണ് ഡിസ്ക്രൈബ് ചെയ്യണത് ഈ വേർഡ്. ഓക്കെ, പക്ഷേ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അഡ്ജക്റ്റീവ് അല്ല. വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്താണ്? അഡ്വേർബ് ആണ്. യെസ്, എന്നിട്ട് ഇത് അഡ്ജക്റ്റീവ് ആണ്. ഇതിനെ നമ്മൾ ly ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? ഈ വാക്കിൽ ക്വിക്ക്ലി എന്നുള്ള വാക്കായി കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആവും. ഓക്കെ, സോ അഡ്വേർബ് ആവും. സോ ഇവിടെ നമുക്ക് ഹി റാൻ ക്വിക്ക്ലി ടു ക്യാച്ച് ദ ബസ് എന്നാണ് ആവശ്യം. വേറെ ഇതാണ് ആവശ്യം. ഇതൊന്നും പറ്റില്ല. ക്വയറ്റ് അല്ല, റാപ്പിഡ് അല്ല, ഇൻസിപ്പിഡ് അല്ല. ഇൻസിപ്പിഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഡള്ളായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനാണ് നമ്മൾ ഇൻസിപ്പിഡ് എന്ന് പറയുന്നത്. അവൻ ഓടിയത് പെട്ടെന്ന് ഓടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഓടിയെന്ന് പറയുമ്പോൾ ആ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്തത് എന്താണ്? അഡ്വേർബ് ആണ്. അഡ്വേർബ് ആക്കണമെങ്കിൽ നമുക്കത് ക്വിക്ക്ലി എന്നുള്ള ഇവിടെ വേണ്ട കേട്ടോ. QUICKLY. സോ ദിസ് ഇസ് അവർ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്വസ്റ്റൻ്റെ കണ്ടെക്സ്റ്റ് മനസ്സിലാവുക, എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താണ് അവിടെ വേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വേർഡ്. യെസ്, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിനോണിം വേണം. എന്തിൻ്റെ? എക്വിസ് എന്നുള്ള വാക്കിൻ്റെ സിനോണിം വേണം. So first let's understand the meaning of this word acquis, and then also we'll see the meaning of the അവിടെ തന്നിരിക്കുന്ന options, and then we'll get to the answer. Acquis എന്ന് എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം പ്രൊട്ടസ്റ്റ് ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുക. താല്പര്യം ഇല്ലെങ്കിൽ പോലും എതിർപ്പ് കാണിക്കാതെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അഭിമാനിച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യം പറയും, നമുക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നമ്മളങ്ങനെ എതിർക്കാതെ തർക്കിക്കാൻ നിൽക്കാതെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അതാണ് എക്വിസ് എന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വേർഡിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഡെസിസ്റ്റ് ചെയ്യുക. ഡെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ നോക്ക്, എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്, എസ്പെഷ്യലി സംതിങ് ദാറ്റ് ഈസ് സീൻ ആസ് അൺഡിസൈറബിൾ ഓർ റോങ്. ഓക്കെ, നിർത്തുക. സീസ് ചെയ്യുക, വീണ്ടും നിർത്തുക. ഇവിടെ നമ്മൾ സമ്മതം മൂളുക എന്നാണ്. യെസ്, നമ്മൾ ഒരാൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിലും നമ്മളെന്താണ് എതിർപ്പില്ലാതെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഇതെല്ലാം എന്താണ്? എതിർക്കുന്ന അർത്ഥമാണ്. ട്വാട്ട് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ്. കോങ്കറിൻ്റെ അർത്ഥം എന്താണ്? ആരോടെങ്കിലും അഗ്രി ചെയ്യുക. ഓക്കെ, ഒരേ ഒപ്പീനിയൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അഗ്രി ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ സിമിലർ മീനിങ് ഏതാണ്? കോങ്കർ എന്നുള്ളതാണ്. ഡെസിസ്റ്റ് പറ്റില്ല, നേരെ ഓപ്പോസിറ്റാണ്. സീസ് ഓപ്പോസിറ്റാണ്, തേർഡ് ഓപ്പോസിറ്റാണ്. നമുക്ക് എന്താണ് ആവശ്യം? സമ്മതം കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് ആവശ്യം. ഓക്കെ, സോ ദാറ്റ്സ് ദ ആൻസർ ഫോർ അവർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. യെസ്, ഈ വേർഡ്സ് ഇങ്ങനത്തെ വേർഡ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഓപ്ഷൻസിൽ. അടുത്തൊരു എക്സാമിൽ ചിലപ്പോൾ ഈ ഓപ്ഷനിൽ കിടക്കുന്ന വേർഡ്സ് ആയിരിക്കാം ക്വസ്റ്റനിൽ വരുന്ന സിനോണിമോ ആൻറ്റോണിമോ. അപ്പോൾ ഓപ്ഷൻസും നന്നായിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ നമ്മൾ അനാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. Go through the questions properly, options properly. These options can be the question next year. Understand that. Okay. അടുത്ത, select the option that can be used as one word substitution for the given group of words. That which cannot be conquered. Okay. Conquer ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം. Say. നമുക്കിതിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റാത്തത്. നമ്മൾ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ആരെന്നാണ് പറയണത്.
അതിൻ്റെ ഇത് വാക്കാണ് നോക്കണം. Now, indelible വാക്കിൻ്റെ അർത്ഥം നോക്ക്. Indelible means that something that cannot be removed, erased or forgotten. അപ്പോൾ ഏതെങ്കിലും കാര്യം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമുക്ക് ഇൻഡെലിബിൾ എന്നുള്ളത്. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചാൽ കോൺകർ ചെയ്യാൻ പറ്റുക, കീഴ്പ്പെടുത്താൻ പറ്റാത്തത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡെലിബിളും അല്ല. അടുത്ത് മൂന്നാമത്തെ വാക്കിൻ്റെ അർത്ഥം നോക്ക്. ഇൻഎഫബിൾ, സംതിങ് സോ എക്സ്ട്രാordinary or extreme that it cannot be explained in words. ഓക്കെ, സോ നമ്മളെ ഫീലിങ്സ് ആവാം, എന്തെങ്കിലും ആവാം, വിച്ച് ഈസ് സോ എക്സ്ട്രാordinary ദാറ്റ് നമുക്കത് വേർഡ്സിൽ അതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുമല്ല നമുക്കിവിടെ ആവശ്യം. നമ്മളെ ആൻസർ എന്താണ്? ഇൻവിൻസിബിൾ. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്താൻ പറ്റാത്തത്, തോൽപ്പിക്കാൻ പറ്റാത്തത്, അതാണ് ഇൻവിൻസിബിൾ എന്ന് പറയുന്നത്. അതാണ് ഈ വേർഡിൻ്റെ, ഈ ഒരു ഫ്രേസിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ പറഞ്ഞെങ്കിൽ എന്താണ്? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോമിൻ ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. ഹിസ് ആംബിഷൻ ഇൻ ലൈഫ് ഈസ് ടു ബിക്കം എ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് മാൻ. അപ്പോൾ ഇവിടെ ആംബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ് വിൽ അല്ലേ, അവൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം, അതല്ലേ ആംബിഷൻ. ഓക്കെ, അതേ സിമിലർ മീനിങ് ഉള്ള വേർഡ് ഏതെങ്കിലും നോക്കണം. ഓക്കെ, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് വൺ ബൈ വൺ. ഓക്കെ, അപ്പത്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തോട് താല്പര്യം ഇല്ലായ്മ, അല്ലെങ്കിൽ വലിയ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നതാണ് അപ്പത്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ആംബിഷനാണ്, താല്പര്യമാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള താല്പര്യമാണ്. അപ്പത്തി അവിടെ പറ്റില്ല. സാറ്റിസ്ഫാക്ഷൻ, സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആംബിഷൻ ഉണ്ടാവില്ല. ആംബിഷൻ്റെ അർത്ഥം എന്താണ്? എന്തോ അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹമാണ്, തീവ്ര ആഗ്രഹം, അതാണ് ആംബിഷൻ. സോ സാറ്റിസ്ഫാക്ഷനും പറ്റില്ല. ഈഗർനെസ്സിൻ്റെ അർത്ഥം അത് തന്നെയാണ്. സ്ട്രോങ്ലി വില്ലിങ് ടു സംതിങ്, ഡു സംതിങ് ഓർ അച്ചീവ് സംതിങ്, അതാണ് ഈഗർനെസ്. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ തിരുത്തൽ വരുത്തുക, അതാണ് അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഈഗർനെസ് ആണ്. നിങ്ങൾ റീഡിങ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യും തോറും വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. ഈസിലി എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. SSCയുടെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഭയങ്കര ഡിഫിക്കൽട്ടായി ചാലഞ്ചിങ് ആയിട്ട് വരാറില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയണത്? ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ read the sentence carefully and select the most suitable idiom to fill in the blank. The most renowned publisher decided to withdraw a book from the market. No one was interested in the book as the arguments presented were dash. ആദ്യ സെൻറ്റൻസിൽ ഒന്ന് അർത്ഥം മനസ്സിലാക്കാൻ നോക്ക്. ഒരു റിനൗണ്ട് പബ്ലിഷർ എന്ത് ചെയ്തു? മാർക്കറ്റിൽ നിന്ന് ബുക്കിനെ വിഡ്രോ ചെയ്തു, പബ്ലിഷ് ചെയ്ത ബുക്കിനെ വിഡ്രോ ചെയ്തു. കാരണം എന്താണ്? ആരും ആ ബുക്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. എന്തുകൊണ്ട്? ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റഡ് വേർ. അപ്പോൾ എന്തായിരിക്കും കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ്, ഒരാളൊരു ബുക്കിൽ കുറേ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇറലവൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ലെസ് ഉള്ള ആർഗ്യുമെൻറ്റ് ആയിരിക്കുമ്പോഴേ ആൾക്കാർ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കാണിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ അർത്ഥമുള്ള ഒരു ഇഡിയമാണ് നമുക്കവിടെ വേണ്ടത്. യെസ്, നമ്മൾ സ്വയം ആ സ്റ്റേറ്റ്മെൻറ്റിൽ അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക. നൗ ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് ഇഡിയംസ്. ഈ നാലെണ്ണത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം, എന്നിട്ട് വിൽ സി വാട്ട് വൺ മാച്ചസ് ദ കറക്റ്റ്. ഹൈ ആൻഡ് മൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ആരോഗൻ്റ്ലി ബിഹേവ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാളും സുപ്പീരിയർ എന്ന് വിചാരിക്കുന്ന ആൾ. നമുക്ക് അവിടെ പറഞ്ഞെന്താണ്? ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റഡ്, ആർഗ്യുമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറോ നേച്ചറോ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രേസ് അവിടെ, അല്ലെങ്കിൽ ഈ ഒരു ഇഡിയം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ അയാൾ അരോഗൻ്റ് ആണെന്നല്ല പറഞ്ഞത്, അയാൾ പ്രസൻറ്റ് ചെയ്ത ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇറലവൻറ്റ് അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കാം. യെസ്, ഓക്കെ. ഇനി ഔട്ട് ഓഫ് ദ വുഡ്സ്. ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഡേഞ്ചർ, ഡിഫിക്കൽട്ടി ഓർ ട്രബിൾ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി സേഫ്. ഇവിടെ അതാണോ ഉദ്ദേശിക്കുന്നത്? അയാൾ ആർഗ്യുമെൻറ്റ്സ് ഔട്ട് ഓഫ് ദ വുഡ്സ് ഫ്രീ ഫ്രം ട്രബിൾ ആണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഔട്ട് ഓഫ് ദ വുഡ്സ് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ വുഡ്സ് എന്ന് പറഞ്ഞാൽ ജംഗലാണ്, ഓക്കെ, കാടാണ്. കാടിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ കാട് ഒരു ഡേഞ്ചറസ് ഏരിയ ആണ്, അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സേഫ് ആണ്, തൽക്കാലം ഫുള്ളി സേഫ് അല്ല, എന്നാലും സേഫ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഇഡിയമായിട്ട് ആക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഔട്ട് ഓഫ് ദ വുഡ്സ് എന്നുള്ള കണ്ടെക്സ്റ്റ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ ഗോൺ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക്. ബിസൈഡ്സ് ദ മാർക്ക് മീൻസ് സംതിങ് ദാറ്റ് ഈസ് ഇറലവൻറ്റ്, ഇൻഅക്യുറേറ്റ് ഓർ നോട്ട് ടു ദ പോയിന്റ്. സോ ഏതെങ്കിലും കാര്യം ഇറലവൻറ്റ് ആണ്, ഇൻഅക്യുറേറ്റ് ആണ്, ടു ദ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബിസൈഡ് ദ മാർക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അയാൾ പ്രസൻറ്റ് ചെയ്ത ആർഗ്യുമെൻറ്റ് ഇറലവൻറ്റ് ആയതുകൊണ്ടായിരിക്കില്ലേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തതും അതിനെക്കുറിച്ച് ആരും ഇൻട്രസ്റ്റ് കാണിക്കാത്തതോ അയാൾക്ക് ബുക്ക് പിൻവലിക്കേണ്ടി വന്നത്? യെസ്, ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ആൻസർ. നമുക്ക് ബാക്കി മറ്റു നാലാമത്തതും കൂടെ അർത്ഥം മനസ്സിലാക്കാം. അണ്ടർ ദ നോസ്. അണ്ടർ ദ നോസ് മീൻസ് സംതിങ് ഡൺ ഇൻ സീക്രറ്റ് ഓർ കോൺഫിഡൻഷ്യലി. ഇവിടെയും
ബുക്കിലുള്ള ആർഗ്യുമെൻറ്റ്സ് കോൺഫിഡൻഷ്യലി ചെയ്തതോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലി സീക്രറ്റ്ലി ചെയ്തതോ എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ദിസ് ഓപ്ഷൻ ഇസ് ഓൾസോ ഫോൾസ്. ദ ആൻസർ ഇസ് തേർഡ് വൺ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ, ലെറ്റ്സ് സീ ദ 9th ക്വസ്റ്റ്യൻ. ഇത് നോട്ട് ചെയ്തെടുത്താൽ അത്രയ്ക്ക് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, യാ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഫോർ ദ ഗിവൻ വേർഡ് റിസീവ്. വളരെ സിമ്പിൾ വേർഡാണ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. റിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റ് ചെയ്യുക, ഉള്ളിലോട്ട് വിളിക്കുക, അംഗീകരിക്കുക അല്ലേ? അംഗീകരിക്കുകതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ത്യജിക്കുക എന്നല്ലേ? യെസ്, നമുക്ക് ഓപ്പോസിറ്റ് അല്ലേ വേണ്ടത്? അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും അംഗീകരിക്കുക എന്നല്ലേ? തിരിച്ച് ഉള്ളിലോട്ട് എടുക്കുക, അത് പറ്റില്ല. എക്സൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ എക്സൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില ആൾക്കാർ സൊസൈറ്റിയിൽ ശരിയാവാത്തവരെ പുറത്താക്കി കളയില്ലേ? അതാണ് എക്സൈൽ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഉള്ളിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ റിസീവ് ചെയ്തു, പുറത്തോട്ടായി കഴിഞ്ഞാൽ എന്താണ്? എക്സൈൽ ചെയ്തു. ദിസ് ഈസ് ആ കറക്റ്റ് ആൻസർ. റിവാർഡ് ചെയ്യാൻ, റിവാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ അവർക്ക് ഇത് കൊടുക്കുന്നതല്ല, അവാർഡൊന്നും കൊടുക്കുന്നതല്ല, അതേപോലെ ഫണ്ടും അല്ല ഉദ്ദേശിച്ചത്. സോ ആൻസർ ഈസ് എക്സൈൽ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വളരെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. കുറച്ച് റീഡിങ്ങും കുറച്ച് പ്രാക്ടീസും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സാം ഡസ് നോട്ട് ലൈക്ക് ബനാനാസ്. സാം ഡസ് നോട്ട് ലൈക്ക് ബനാനാസ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ജനറലി ആക്റ്റീവ് പാസീവിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്? ജനറൽ സ്ട്രക്ചറാണ്. എല്ലാം ഡെപ്തിൽ എനിക്കിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അത് വേറെ സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ഇതായിരിക്കും ആക്റ്റീവിൻ്റെ ജനറൽ സ്ട്രക്ചർ. ഇതിൽ ഹെൽപ്പിംഗ് വേർബും മറ്റൊന്ന് മറിച്ചതൊക്കെ വേറെ വരും. ഇതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പാസീവിലാവുമ്പോൾ ബേസിക് കൺവേർഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരും, അപ്പോഴത്തേക്ക് അത് സബ്ജക്റ്റ് ആവും. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബിയുടെ ഫോം വേണം. ബീസ് ഫോം പ്ലസ് V3 വേണം. ഇത് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഹെൽപ്പിംഗ് വേർബ് വേറെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, ബിയുടെ ഫോം പ്ലസ് V3 പ്ലസ് ലാസ്റ്റ് ഈ സബ്ജക്റ്റ് അങ്ങോട്ട് മാറിയിട്ട് ബൈ ഒബ്ജക്റ്റ് ആവും. ബൈ എന്നുള്ള വാക്ക് ചേർത്ത് ഒബ്ജക്റ്റ് ആവും. ഓക്കെ, സോ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ബനാനാസ് അല്ലേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? യെസ്, ബനാനാസിനെ ആദ്യം കൊണ്ടുവരും, അത് സബ്ജക്റ്റ് ആവും. ബനാനാസ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നമുക്ക് ഈ ഡസ് എന്നുള്ളത്, ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഈ കിടക്കുന്നത്. പക്ഷേ അതിനെ പാസീവ് വോയിസിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബിയുടെ ഫോമാണ് കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ ബിയുടെ ഫോം എന്ന് പറയുമ്പോൾ ഇതനുസരിച്ചായിരിക്കും വരണം. ബിയുടെ ഫോം നമുക്ക് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. പ്രസൻറ്റിന് വേണ്ടി ഇത് മൂന്നെണ്ണമാണ് ബിയുടെ ഫോം ഉള്ളത്. ബനാനാസ് പ്ലൂറലാണ്, അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർ യൂസ് ചെയ്യും. ബനാനാസ് ആർ. പിന്നെ ഈ നെഗറ്റീവ് അതേപോലെ, ആ നെഗറ്റീവ് അതേപോലെ വരും. ബനാനാസ് ആർ നോട്ട്. പിന്നെ നമ്മൾ V3 വേണമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ബിയുടെ ഫോം. ബിയുടെ ഫോം. ഇനി V3 വേണമല്ലോ. വേർബ് ഏതാണ്? ഇതാണ് വേർബ്. ആ മെയിൻ വേർബിൻ്റെ V3 ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, സോ നൗ V3 വരുമ്പോൾ എന്താണ്? ലൈറ്റ്. ലൈറ്റ്. പിന്നെ നമ്മൾ വരേണ്ടത് ബൈ പ്ലസ് പിന്നെ ഒബ്ജക്റ്റ് സോനം. ബനാനാസ് ആർ നോട്ട് ലൈക്ഡ് ബൈ സോനം. സോ നമുക്ക് ആ ഓപ്ഷൻ ഇവിടെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ. ദിസ് ഈസ് ആർ ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതിപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. പാസീവ് ആക്കണത് ആക്റ്റീവ് എന്ന് പാസീവ്. സോ ഇപ്പം ഞാൻ പറയാണ്, രാഹുൽ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. സോ ആ സെയിം സ്ട്രക്ചറാണ്. നമ്മൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? ഇതാണ് ഒബ്ജക്റ്റ്. യെസ്, രാഹുൽ ആക്ഷൻ ചെയ്തു, ആക്ഷൻ റിസീവ് ചെയ്തത് ക്രിക്കറ്റാണ്, ഒബ്ജക്റ്റാണ്. ഇതിവിടെ വരുമ്പോൾ സബ്ജക്റ്റ് ആവും. സോ ക്രിക്കറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബും ഉണ്ട്. ഓക്കെ, നേരത്തെ ഇല്ലായിരുന്നു, നമ്മളത് ഇത് വെച്ചിട്ട് നമ്മൾ ബിയുടെ ഫോമാണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഹെൽപ്പിംഗ് വേർബ് ഈസ് ആണ്. ഇത് രാഹുൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇത് സിംഗുലർ വന്നു. ഇപ്പോൾ സബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്, അതും സിംഗുലർ ആണ്. അതുകൊണ്ട് അവിടെ തന്നെ സെയിം ഈസ് അതേപോലെ വരും. ഇതിപ്പോൾ ഇവിടെ പ്ലൂറലായിരുന്നെങ്കിൽ ആറ് വരുന്നതന്നെ. ഐ ആയിരുന്നെങ്കിൽ ആം, ഐ എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ആം വന്നെ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്ക് സബ്ജക്റ്റിനനുസരിച്ചാണ് എപ്പോഴും വേർബ് വരുന്നത്. ഇവിടെ രാഹുൽ സബ്ജക്റ്റ് ആയിരുന്നു, സിംഗുലർ ആൻഡ് ഈസ് ആണ്. ഇപ്പോൾ ക്രിക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ക്രിക്കറ്റ് സിംഗുലർ ആണ്, ഒരു ഗെയിമാണ്, ഈസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ബിയുടെ ഫോം വേണം. ബിയുടെ ഫോം വേണം. എന്തിൻ്റെ ബിയുടെ ഫോം വേണം?
ഈ മെയിൻ വേർബിൻ്റെ ബിയുടെ ഫോം. ഓക്കെ, ഈ മെയിൻ വേർബിൻ്റെ ബിയുടെ ഫോം. ഈ മെയിൻ വേർബിൽ ഏത് ഫോമാണ് കിടക്കുന്നത്? ഇതിൻ്റെ സെയിം ഫോമാണ് ഇവിടെ താഴെ വരേണ്ടത്. ഇത് ING ഫോം അല്ലേ? ING ഫോം അല്ലേ? ഇപ്പം ബിയുടെ ഫോമിൽ നമുക്ക് എന്തൊക്കെയുള്ള? ഈസ്, ആം, ആർ, വാസ്, വേർ, പിന്നെ ബീൻ, ഇത് V2, ഇത് V1, ഇത് V5 ആണ്, ഇത് V3, എന്നിട്ട് V4 എന്ന് പറയുന്നത് ബീയിങ്, ആൻഡ് V5 എന്ന് പറയുന്നത് ഈസ്. ഓക്കെ, സോ ഞാനിവിടെ പറയുന്നത് എന്താണ്, ഈ ഹെൽപ്പിംഗ് വേർബ് നമ്മൾ തിരിച്ച് അതേപോലെ താഴെ കൊണ്ടുവന്ന് ഇതിൻ്റെ സബ്ജക്റ്റിനനുസരിച്ച്, സബ്ജക്ട് സിംഗുലർ ആയിട്ട് അത്. അടുത്ത് നമുക്കൊരു ബിയുടെ ഫോം വേണം. ഈ സംഭവം സ്ട്രക്ചർ ഒരിക്കലും മാറില്ല, ഇത് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ബിയുടെ ഫോം പ്ലസ് V3. ആ മെയിൻ വേർബ് ഏത് ഫോമിലാണോ കിടക്കുന്നത് അതിൻ്റെ ബിയുടെ ഫോമാണ് നമ്മൾ താഴെ യൂസ് ചെയ്യണത്. മെയിൻ വേർബ് ഇതേതാണ്? V1 പ്ലസ് ING ആണല്ലോ. V1 പ്ലസ് ING ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ബിയുടെ ഫോമിൻ്റെ നമുക്ക് എന്ത് വേണം? ING ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ക്രിക്കറ്റ് ഈസ് ബീയിങ്. ഓക്കെ, ഇനി നമുക്ക് V3 വേണം. V3 വേർബ് ഏതാണ്? പ്ലേ ആണ്. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? പ്ലേഡ്. ഓക്കെ, ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ്. പിന്നെ ഉള്ളത് ബൈ, എന്നിട്ട് ഈ ഒബ്ജക്റ്റ് അങ്ങോട്ട്. ഓക്കെ, സബ്ജക്റ്റ് അങ്ങോട്ട് കയറി ഒബ്ജക്റ്റ് ആവും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഞാൻ എന്താണ് ചെയ്തത്? ഒബ്ജക്റ്റിനെ എടുത്ത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. പിന്നെ മുകളിൽ ഹെൽപ്പിംഗ് വേർബ് കിടപ്പുണ്ട്. ആ ഹെൽപ്പിംഗ് വേർബ് താഴെ വരണം. പക്ഷേ അത് എന്തിൻ്റെ അനുസരിച്ചായിരിക്കും? എന്തായിരിക്കും? ഈ സബ്ജക്റ്റിൻ്റെ അനുസരിച്ചായിരിക്കും. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് സെയിം ഹെൽപ്പിംഗ് വേർബ് അതേപോലെ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിയുടെ ഫോം വേണം. ബിയുടെ ഫോം നമ്മൾ എന്തിൻ്റെ എടുക്കുന്നത്? മെയിൻ വേർബ് ഏത് ഫോമിലാണോ കിടക്കുന്നത്, അത് V1 ഫോമിലാണെങ്കിൽ V1, V2 ഫോമിലാണെങ്കിൽ അതിൻ്റെ ബിയുടെ ഫോം. ഓക്കെ, V2 ഫോമിൻ്റെ ബിയുടെ ഫോം അതാണ്, സിംഗുലർ പ്ലൂറൽ. അതുപോലെ തേർഡ് ഫോം ആണെങ്കിൽ അത്, പിന്നെ ഫോർത്ത് ഫോം ആണെങ്കിൽ ഇത്. അപ്പോൾ നമുക്കിവിടെ V1 പ്ലസ് ING ആണ്. ഇതിൻ്റെ ബിയുടെ ഫോമാണ് ബീയിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ മെയിൻ വേർബിൻ്റെ V3 ഫോമും അവിടെ വേണം. സോ ഇതാണ് നമുക്ക് വരുന്ന സ്ട്രക്ചർ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു കൺവേർട്ട് ആക്റ്റീവ് ടു പാസീവ്. ഇതേപോലെ കുറേ അതിൻ്റെ വേറെ എക്സെപ്ഷൻ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാൻ ഞാനിത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ ചാപ്റ്റർ ആയിട്ട് തന്നെ വേണമെങ്കിൽ പഠിപ്പിക്കാം. നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. വളരെ ബേസിക് തൊട്ട് ഓരോരോ ടെൻസിൻ്റെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആക്റ്റീവ് പാസീവ് വോയിസിൽ ടെൻസസ് ചേഞ്ച് ആവില്ല. ടെൻസസ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ചില കേസസിൽ ടെൻസസ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, എനിവേസ് വിൽ സീ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, പാരജമ്പലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ആൻഡ് ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടെക്സ്റ്റ് ഓഫ് ഇറ്റ്. ഇവിടെ ജെന്യുവൻ ബിലീഫ്സ്, നമ്മളെപ്പോഴും പാരജമ്പലിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരിക്കും എന്ന് ചിന്തിക്കണം. ജനറലി സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഒരു കൺജങ്ഷനോ അല്ലെങ്കിൽ പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊനൗൺസോ വെച്ചിട്ട് ജനറലി ഞാൻ ജനറലി എന്ന് പറയുന്നത് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ജനറലി അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തുടക്കത്തിൽ വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇറ്റ് ഹാസ് എ ഗുഡ് ഹാബിറ്റ്. ഇതൊരു ഇതാണ്, പ്രൊനൗൺ ആണ്. ഇത് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആവില്ല. കാരണം ഇറ്റ് ഹാഡ് എ ഗുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുഡ് ഹാബിറ്റ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആദ്യം പറയണ്ടേ? ഇറ്റ് എന്ന് പറയുന്ന സംഭവം എവിടെയെങ്കിലും റെഫർ ചെയ്യണ്ടേ? ഓക്കെ, അത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇറ്റ് വെച്ചിട്ട് വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ പറ്റും. ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്തോ ഇറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഹാഡ് എ ഗുഡ് ഹാബിറ്റ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ പറയണത് ഇറ്റ് ഈസ് എ ഗുഡ് ഇയർ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആവാൻ പറ്റുമോ ഇല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണോ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇറ്റ് ഈസ് എ ഗുഡ് ഇയർ. ഇവിടെ ഇറ്റ് എന്തിനാണ് ഉദ്ദേശിക്കണേ? ഇത് ഒരു നല്ല ഇയർ ആണ്. ഈ ഇറ്റ് ഇയറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ ഇറ്റിൻ്റെ റെഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കേസിൽ ഇറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തെറ്റില്ല. പക്ഷേ ഈ കേസിൽ ഇറ്റിൻ്റെ റെഫറൻസ് എന്താണെന്ന് അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ല. അതുകൊണ്ട് ഇറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കേസിലും പ്രൊനൗൺസ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവില്ലെന്നല്ല. സോ ഞാൻ പാരജമ്പലിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. ബട്ട് ആസ് ഓഫ് നൗ ജസ്റ്റ് മനസ്സിലാക്കുക. അതേപോലെ ആൻഡ് ഉണ്ടോ, ഇതേപോലെ ദോ, ഈവൻ ദോ, ഇങ്ങനെയൊന്നും ഒരിക്കലും എന്താവില്ല. കാരണം ആൻഡ് നമ്മൾ അതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അഡീഷണൽ ആയിട്ടാണ് ആൻഡ് പറയണത്. ഈവൻ ദോ എന്ന് പറഞ്ഞാൽ ജനറലി കോൺട്രഡിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ദോ എന്ന് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. ഓൾ ദോ. സോ അത് അതിന് മുന്നേ എന്തെങ്കിലും കമൻറ്റ് പറയാതെ അത് ചെയ്യാൻ പറ്റില്ല.
Okay, so let's see. ഇവിടെ നോക്ക്. The genuine beliefs, though not unconsciously acquired by most children, and even if they depart from these beliefs in later life, some of them remain deeply implanted, ready to emerge in a time of stress or crisis. The importance of education in forming character and opinion is very great and well recognized by all. Education is, as a rule, the strongest force on the side of what exists and against fundamental change. So, നമുക്കിതിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. എന്ന് വെച്ചാൽ a statement which gives you a general idea. ജനറൽ ഐഡിയ തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ആവശ്യം. ഒരു സ്പെസിഫിക് ഐഡിയ ഒരിക്കലും നമ്മൾ ഏതൊരു പാസേജ് എടുത്ത് നോക്കും, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ജനറൽ ഐഡിയ ആയിരിക്കും, പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. സോ ഇവിടെ തരുന്ന ജനറൽ ഐഡിയ ഏതാണ്? ദ ജെന്യുവൻ ബിലീഫ് ദോ നോട്ട് കൺഷ്യസ്ലി, ഇത് ഏതൊരു ജെന്യുവൻ ബിലീഫിനെ കുറിച്ചാണ് പറയണത്. ഓക്കെ, ആൻഡ് ഇതെന്തായാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവാൻ പറ്റില്ല. ഇനി സംതിങ് ഓഫ് ദം, ഈ സംതിങ് ഓഫ് ദം എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയണത്? അത് ആ ജെന്യുവൻ ബിലീഫിനെ കുറിച്ചാണ് പറയണത്. യെസ്, സോ ഇതും നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവാൻ പറ്റില്ല. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഫോമിങ് ക്യാരക്ടർ ആൻഡ് ഹിസ് ഒപ്പീനിയൻ ഇസ് വെരി ഗ്രേറ്റ് ആൻഡ് വെൽ റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ. ഇത് നോക്കുക, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എല്ലാവരും അംഗീകരിക്കുന്നതാണെന്ന് പറയാനാണ്. വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെൻസ് ദിസ് ക്യാൻ ബി ആർ പ്രോബബിൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയും വായിച്ചു നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് അഗെയിൻസ്റ്റ് ഫണ്ടമെൻ്റൽ ചേഞ്ച്. നമ്മൾ ഇത് വായിച്ചിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിന് ശേഷം വരേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഇൻ ഫോമിങ് character and opinion is very great and well recognized by all. Education, ഇവിടെ ഇത് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, അതിനകത്ത് കണ്ടിന്യൂഷൻ ആയിട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെ പറയണേ. എഡ്യൂക്കേഷൻ ഈസ് ആസ് എ റൂൾ ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് അഗെയിൻസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ അടുത്ത കണക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ചില സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിടിയിട്ടില്ല, അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പെയറായിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ എവിടെ വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. നമ്മളിപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ നമുക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. സി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതിനടുത്ത് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെ കാര്യം. യെസ്, ഓക്കെ. നമ്മൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ സി ഡി തുടക്കത്തിൽ വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യെസ്, ഇനി നമ്മൾ അതല്ലെങ്കിൽ പോലും, ഇങ്ങനെ ഓപ്ഷൻ അല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ചിന്തിച്ച് നോക്ക്. സി ഡി കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ, പിന്നെ പറയുന്നത് എന്താണ്? ജെന്യുവൻ ബിലീഫ്സ് ദോ നോട്ട് കോൺഷ്യസ്ലി അക്വയർഡ് ബൈ മോസ്റ്റ് ചിൽഡ്രൻ ഈവൻ ഇഫ് ദേ ഡിപ്പാർട്ട് ഫ്രം ബിലീഫ്സ് ഇൻ ദിസ് ലേറ്റർ ലൈഫ് സം ഓഫ് ദം റിമെയിൻ. ഈ സം ഓഫ് ദം ഉദ്ദേശിക്കുന്നത് ജെന്യുവൻ ബിലീഫ്സിനാണ്. യെസ്, അപ്പോൾ നമുക്ക് സി ഡി ഓർഡർ കിട്ടി. ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയെന്ന് അറിയാം. ഇനി നമുക്ക് ഇവർ രണ്ടുള്ള ഓർഡറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇത് ഈ സം ബിലീഫ്സിനെ കുറിച്ചാണ്. സം ഓഫ് ദം റിമെയിൻ ഡീപ്ലി ഇംപ്ലിമെൻറ്റ്. ജെന്യുവൻ ബിലീഫ്സ് അത് അവരെ മനസ്സിൽ ഡീപ്ലി കിടക്കും എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ഇതിന് ശേഷമാണ് ഇത് വരേണ്ടത്. സോ ബേസിക്കലി ക്ലിയർ ആയിട്ട് സി ഡി എ ബി. ഓക്കെ, സി ഡി എ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 12th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, so in Indian mythology most of the asuras wish to be never able to die. ഒരിക്കലും മരിക്കാൻ പാടില്ലാത്ത ആള്, അതിന് നമ്മളെന്താണ് അമരത്വം വേണമെന്ന് പറയണില്ലേ? അതിൻ്റെ വാക്കെന്താണ്? ഇമ്മോർട്ടൽ ആണ്. യെസ്, ഇമ്മോർട്ടൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻവിസിബിൾ എന്നാൽ കാണാൻ പറ്റാത്തതാണ്. ഇൻപെർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ലാത്തതാണ്. ഇൻവിൻസിബിൾ പറഞ്ഞാൽ തോൽപ്പിക്കാൻ പറ്റാത്തതാണ്. നമുക്കിവിടെ മരിക്കാത്തതാണ് വേണത്. ഓക്കെ, സോ അവർ ആൻസർ ഈസ് ഇമ്മോർട്ടൽ. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the option that expresses the given sentence in passive voice. നേരത്തെ പറഞ്ഞ പോലെ തന്നെ someone has taken my secret diary. ഞാൻ ഇതിനെ പാസിവിൽ കൺവേർട്ട് ചെയ്യാം. സോ ഇതിൽ നമ്മൾ ഇതാണല്ലോ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരും. മൈ സീക്രട്ട് ഡയറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ്? പാസിവിലാവുമ്പോൾ ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് ഇവിടെ സബ്ജക്റ്റ് ആവും, പ്ലസ് ബിയുടെ ഫോം. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പിംഗ് വേർബും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പ്ലസ് ബീസ് ഫോം പ്ലസ് B3 പ്ലസ് ബൈ ഒബ്ജക്റ്റ്. ഈ സ്ട്രക്ചർ ഓൺ വേണം. സോ മൈ സീക്രട്ട് ഡയറി. ഇനി ഇതിനെ ഞാൻ ഇവിടെ സബ്ജക്റ്റായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് കിടപ്പുണ്ട്. ആ ഹെൽപ്പിംഗ് വേർബ് താഴെ വരണം. ഇവിടെ സംവൺ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഹാസ് സിംഗുലർ. സംവൺ, എവരി വൺ, നോ വൺ ഇതെല്ലാം സിംഗുലർ പ്രൊനൗൺസ് ആണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. ഓക്കെ, സോ ഹാസ് വന്നു. ഇവിടെയും മൈ സീക്രട്ട് ഡയറി സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ അതിൻ്റെ ആ സെയിം ഹാസ് തന്നെ ഇവിടെ യൂസ് ചെയ്യും. ഡയറീസ് എന്നായിരുന്നെങ്കിൽ ഹാവ് ആയനെ. എക്സാക്ട്ലി, മൈ സീക്രട്ട് ഡയറീസ് എന്നായിരുന്നെങ്കിൽ ഹാവ് ആയനെ. ഈ ഹാസ് ഇവിടെ ഹാവ് ആയനെ. ഇനി നമുക്ക് ബിയുടെ ഫോം വേണം. ഞാൻ നേരത്തെയും പറഞ്ഞ ക്വസ്റ്റനിൽ ബിയുടെ ഫോം എവിടെ വെച്ചാണ് എടുക്കുന്നത്? നമ്മളെ മെയിൻ വേർബ് ഏത് ഫോമിലാണ് കിടക്കുന്നത് അതിൻ്റെ ബിയുടെ ഫോമാണ് നമ്മൾ എടുക്കുന്നത്. മെയിൻ വേർബ് കിടക്കുന്ന V3 ആണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ. അതേപോലെ ബിയുടെ ഫോമിൻ്റെ V3 വേണം. ബിയുടെ ഫോമിൻ്റെ V3 ഏതാണ്?
ബീൻ ആണ്. ഓക്കെ, നമ്മൾ ആം ആറ് V1 ആണ്, V2 വാസ് ഓർ വേർ, V3 ബീൻ, പിന്നെ V4 ബീയിങ്. സോ നമുക്ക് ഈ കിടക്കുന്ന മെയിൻ വേർബ് ഏത് സ്ട്രക്ചറിലാണോ ഏത് ഫോമിലാണോ അതേ ഫോമിൽ B3 വേണം. സോ ഇത് ടേക്കൺ എന്ന് പറയുന്നത് എന്താണ്, V3യിലാണ്, അതേപോലെ അതിൻ്റെ V3 വേണം, ബിയുടെ ഫോമിൻ്റെ V3. സോ ബീൻ എന്ന് വരും. ഇനി അതിന് ശേഷം നമുക്കൊരു V3 വേണം, വീണ്ടും വേർബിൻ്റെ തേർഡ് ഫോം വേണം. അതെവിടെ നിന്ന് എടുക്കുന്ന ആ മെയിൻ വേർബിൽ നിന്ന് തന്നെയാണ്. ഇവിടെ മെയിൻ വേർബ് V3 തന്നെയാണ്, ഇവിടെ നമുക്കത് V3 തന്നെയാണ് വേണ്ടത്. സോ വി വിൽ മേക്ക് ഇറ്റ് അഗെയിൻ ആ ടേക്കൺ തന്നെ വരും. ടേക്കൺ പിന്നെ ബൈ someone. ഓക്കെ, സോ മൈ സീക്രട്ട് ഡയറി ഹാസ് ബീൻ ടേക്കൺ ബൈ someone. ഇതാണ് ഇവിടുത്തെ പാസീവ് വരേണ്ടത്. അത് എവിടെ ഉണ്ടെന്ന് നോക്കാം ഓപ്ഷനിൽ. മൈ സീക്രട്ട് ഡയറി ഹാസ് ബീൻ ടേക്കൺ ബൈ someone. ഓക്കെ, ഹാഡ് ബീൻ ഇത് പാസ്റ്റിൽ നമ്മൾ അല്ലാതെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ചിന്തിച്ച് നോക്കി, ഇത് പാസ്റ്റിലോട്ട് നമ്മൾ ടെൻസ് മാറാൻ പാടില്ല. ഹാസ് ടു ബി അവിടെ ആവശ്യമില്ല. അതുപോലെ വിൽ ഹാവ് ഇത് ഫ്യൂച്ചറിലാക്കി, ടെൻസ് മാറാൻ പാടില്ല. സോ ദ ഓൺലി ഓപ്ഷൻ ദാറ്റ് വി ക്യാൻ ഗോ ഫോർ ഇസ് തേർഡ് വൺ. ഞാൻ കൺവേർട്ട് ചെയ്ത് കാണിച്ചു തന്നു, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൺവേർട്ട് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് നോ ഇഷ്യൂസ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ആവശ്യം എന്താണ്, ഡ്യൂറിങ് കോവിഡ്, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ആവശ്യം. ഡ്യൂറിങ് കോവിഡ് ടൈംസ് മെനി ഓർഗനൈസേഷൻസ് മെയ്ഡ് ഡാഷ്. ഇവിടെ സെൻറ്റിമെൻ്റൽ അർത്ഥമുള്ള വാക്കാണ് ഇവിടെ വേണ്ടത്. സെൻറ്റിമെൻ്റൽ അപ്പീൽസ് ടു റേസ് ഫണ്ട്സ് ഫോർ മൈഗ്രൻ്റ് വർക്കേഴ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ കിടക്കുന്ന വേർഡ്സ് നമുക്ക് മോക്കിഷ് എന്നുള്ള വാക്ക് അർത്ഥം അറിയണമെന്ന് വിചാരിച്ചു. സിൻസിയറിൻ്റെ അർത്ഥം സെൻറ്റിമെൻ്റൽ ആണോ? നമുക്കിവിടെ എന്താണ് വേണം, സെൻറ്റിമെൻ്റൽ എന്ന് കാണിക്കുന്ന അർത്ഥം കാണിക്കുന്ന ഒരു വാക്കാണ്. സിൻസിയറിൻ്റെ അർത്ഥം എന്താണ്, സ്ട്രേറ്റ് ഫോർവേഡ് സിൻസിയർ. യെസ്, സോ ഇതെന്തായാലും ആവില്ല. സിനിക്കൽ എന്താണെന്ന് അറിഞ്ഞൂടെന്ന് വിചാരിച്ചോ. പ്രാക്ടിക്കൽ, നമുക്ക് പ്രാക്ടിക്കൽ വാക്കിൻ്റെ അർത്ഥം സെൻറ്റിമെൻ്റൽ ആണോ? ഇല്ല. ആ രണ്ട് ഓപ്ഷൻസ് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ മോക്കിഷ് അല്ലെങ്കിൽ സിനിക്കൽ. സോ അതിൻ്റെ അർത്ഥം കൂടെ നോക്കാം. മോക്കിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർലി സെൻറ്റിമെൻ്റൽ ടു എ പോയിന്റ് ഓഫ് ബീങ് സിക്കനിങ് ഓർ ഇൻസിൻസിയർ. സിനിക്കൽ എന്ന് എന്താണ്, ബിലീവിങ് ദാറ്റ് അതർ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഇൻട്രസ്റ്റ്. സോ സിനിക്കൽ എന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, മറ്റുള്ളവരെല്ലാം സെൽഫിഷാണ്, അവർ നമ്മളെന്തോ കാര്യം കാണാൻ വേണ്ടിയാണ് നമ്മളോട് പെരുമാറുന്നത്. ആ ഒരു നമുക്കൊരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ നമ്മൾ സിനിക്കലാന്ന് പറയും. സോ അങ്ങനെ അല്ല ഇവിടെ ആവശ്യം, ഇവിടെ സെൻറ്റിമെൻ്റൽ എന്നുള്ള ആവശ്യമാണ്. അപ്പോൾ സിനിക്കലും പോയി. സോ നമ്മളെ കറക്റ്റ് മീനിങ് എന്താണ്, മോക്കിഷ്. മോക്കിഷ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റൽ. ഓക്കെ, സോ ഇവിടെ ആവശ്യമുള്ള കറക്റ്റ് വേർഡ് മോക്കിഷ് ആണ്. അയ്യോ, ദിസ് ഹിയർ യു ഹാവ് ഫസ്റ്റ് വൺ ആസ് ദ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, so let's see the next question. Okay, select the most appropriate meaning of the underlined word in the given sentence. He is an atheist. Atheist എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, atheist എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ, അത്രയല്ലേ ഉള്ളൂ. യെസ്, സോ വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് എന്തായാലും അല്ല, വൺ ഹു ബിലീവ്സ് ഇൻ നേച്ചറും അല്ല, വൺ ഹു ഇസ് എക്സ്ട്രീമിസ്റ്റും അല്ല, വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 15 ക്വസ്റ്റൻസ് വെച്ച് നിർത്തുകയാണ്. പാർട്ട് 2 ഞാൻ ബാക്കിയുള്ള 10 ക്വസ്റ്റൻസുമായിട്ട് വരും. സോ ടിൽ ദെൻ പ്ലീസ് മേക്ക് ഷുവർ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആൻഡ് ഐ ഗെറ്റ് ബാക്ക് ടു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.